കർത്താവിൻ്റെ കുരിശ് നരകശക്തികളെ ഓടിപ്പോകുക വെളിപാട് 5:5. ഇതാ കർത്താവിൻ്റെ കുരിശ് നരകശക്തികളെ ഓടിപ്പോകുകയും കരയാതിരിക്കും. യൂദാ വംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ വിജയിച്ചിരിക്കുന്നു. വെളിപാട് 5:5. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോ ഭവനത്തിൻ്റെയും അല്ലെങ്കിൽ ആശ്രമത്തിൻ്റെയും നമ്മുടെ ഇപ്പോൾ ദേവാലയങ്ങളൊക്കെ ചുറ്റും നടന്ന് കുരിശ് ഉയർത്തിപ്പിടിച്ച് ഇതാ കർത്താവിൻ്റെ കുരിശ് നരകശക്തികളെ ഓടിപ്പോകുവിൻ കരയാതിരിക്കൂ. യൂദാ വംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ വിജയിച്ചിരിക്കുന്നു. വെളിപാട് 5:5. ഇത് വലിയൊരു അഭിഷേകത്തിൻ്റെ പ്രാർത്ഥനയാണ്, കുരിശിൻ്റെ പ്രാർത്ഥനയാണ്. ഇപ്പോൾ സിസ്റ്റർ ഈ സമയം ഇവിടെ മുഴുവൻ നടന്ന് സിസ്റ്ററിൻ്റെ ഈ ധ്യാന കേന്ദ്രത്തിന് ചുറ്റും തൊഴുപാടം ധ്യാന കേന്ദ്രം എല്ലാ മാസത്തിലും അവസാന വ്യാഴം വെള്ളി ശനി ഉച്ചവരെ നടത്തുന്ന ധ്യാനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ധ്യാനത്തിന് എല്ലാവരും പള്ളിയിലായിരിക്കുമ്പോൾ സിസ്റ്റർ ഈ കുരിശും പിടിച്ചുകൊണ്ട് ഈ പറമ്പ് മുഴുവൻ നടന്നുകൊണ്ട് വിശുദ്ധ അന്തോണീസ് പഠിപ്പിച്ച വിശിഷ്ടമായ അഭിഷേക പ്രാർത്ഥന, ഇതാ കർത്താവിൻ്റെ കുരിശ് നരകശക്തികളെ ഓടിപ്പോകുവിൻ കരയാതിരിക്കൂ. യൂദാ വംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ വിജയിച്ചിരിക്കുന്നു. വെളിപാട് 5:5 ഉറക്കി ചൊല്ലിക്കൊണ്ട് നമുക്ക് ചുറ്റും ഒരു രക്ഷാ വലയം, ഒരു രക്ഷാ കവചം, ഒരു രക്ഷാ സങ്കേതം പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ്. നമുക്കെല്ലാവർക്കും ഈ കുരിശ് പിടിച്ചുകൊണ്ട് വിശുദ്ധ കുരിശിനാൽ നമ്മെ രക്ഷിച്ച കർത്താവ്, നമ്മുടെ രക്ഷ വിശുദ്ധ കുരിശിലാണ് പ്രിയപ്പെട്ടവരെ. ഈ കുരിശിനെ ആഞ്ഞു പൊൽകുന്നതും ചുംബിക്കുന്നതും കുരിശ് കൊണ്ടു നടക്കുന്നതും കുരിശ് നമ്മുടെ നെഞ്ചത്ത് നമ്മളിവിടെ ഇപ്പോൾ ഇവിടെ അടിയിലൊക്കെ ഞങ്ങൾ കുരിശ് കുത്തിവെക്കും സിസ്റ്റേഴ്സിൻ്റെ ഒക്കെ. അപ്പോൾ കുരിശുകൊണ്ട് കുരിശിനാൽ വീണ്ടും രക്ഷിച്ച ആ ദൈവത്തിനോട് ആ കുരിശുമായിട്ട് നമ്മൾ അഭേദ്യമായൊരു ബന്ധം, നമ്മൾ കുരിശ് എപ്പോഴും നമ്മുടെ കയ്യിൽ, ഒരു ചെറിയ കുരിശ് എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം പ്രിയപ്പെട്ടവരെ. ആമേൻ. അപ്പോൾ ഈ സ്ഥലം മുഴുവനും നടന്ന് ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ഇതാ കർത്താവിൻ്റെ കുരിശ് നരകശക്തികളെ ഓടിപ്പോകുവിൻ കരയാതിരിക്കൂ. യൂദാ വംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ വിജയിച്ചിരിക്കുന്നു. വെളിപാട് 5:5 അഭിഷേകം കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും നിറയട്ടെ, അനുഗ്രഹം പ്രാപിക്കട്ടെ. ആമേൻ.